നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള ചലച്ചിത്ര രംഗത്തെ താരങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. സോഷ്യൽ മീഡിയയിലൂടെ വ്യാജവും അശ്ലീലവും നിറഞ്ഞതുമായ വീഡിയോകൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം നടി അൻസിബ ഹസൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. സഹപ്രവർത്തകരായ നടി ലക്ഷ്മിപ്രിയ, നടി ശ്വേത മേനോൻ, കാൻ ചാനൽ മീഡിയ എന്ന ഓൺലൈൻ പേജിന്റെ ഉടമ സുകുമാർ എന്നിവർക്കെതിരെയായിരുന്നു എറണാകുളം പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ അൻസിബ പരാതി നൽകിയിരുന്നത്. ഇപ്പോഴിതാ നടി ലക്ഷ്മിപ്രിയക്കെതിരായ പരാതിയിൽ പോലീസ് എഫ്ഐആർ ഫയൽ ചെയ്ത് അന്വേഷണം തുടങ്ങിയെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ വിശദീകരണത്തിനെതിരെ നടി അൻസിബ രംഗത്ത് വന്നിരിക്കുകയാണ്. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചതാണെന്ന് അൻസിബ ഹസൻ പറയുന്നു. എഫ്ഐആർ ഇടാത്തതിനെ തുടർന്ന് താൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും അൻസിബ വ്യക്തമാക്കി. രമേശ് ചെന്നിത്തലയെ ടാഗ് ചെയ്താണ് അൻസിബയുടെ പ്രതികരണം. പോലീസ് എഫ്ഐആർ എടുത്തിട്ടില്ല സർ. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ അങ്ങയെ പറ്റിച്ചതാണ് സർ. എഫ്ഐആർ ഇടാത്തതിനെ തുടർന്ന് ഞാൻ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സർ. കേസെടുക്കാനാവില്ല എന്ന് അവർ കോടതിയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ ഫോണിൽ വിളിച്ചത് എന്റെ പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം എന്ന് ആവശ്യപ്പെടാനല്ല, മറിച്ച് ഇൻസ്റ്റഗ്രാമിൽ എന്റെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ തടയാൻ അടിയന്തരമായി ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കാനാണ്. ആ വീഡിയോയുടെ മുഴുനീള പതിപ്പ് അടുത്ത ദിവസം തന്നെ യൂട്യൂബിലൂടെ സംപ്രേഷണം ചെയ്യുന്നത് തടയാൻ പോലീസിന് നിർദ്ദേശം നൽകണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വിളിച്ചത്. അല്ലാത്ത പക്ഷം എന്റെ മാനത്തിന് തിരുത്താനാകാത്ത വിധം വലിയ നഷ്ടമുണ്ടാകുമെന്ന ആശങ്കയും ഞാൻ അദ്ദേഹത്തെ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥരെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചത്. എന്നാൽ കേസിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്ന് പോലീസ് ആഭ്യന്തരമന്ത്രിയോട് കളവായി പറയുകയായിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലിൽ ആശ്വാസം കൊണ്ടിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത ദിവസം തന്നെ പ്രതികൾ ആ മുഴുനീള വീഡിയോ യൂട്യൂബിലൂടെ പരസ്യമായി പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് പോലീസ് അതുവരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നത്. പരാതിയിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാതെ പ്രതികൾ പരാമർശിച്ച ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ കേന്ദ്രീകരിച്ച് പാലാരിവട്ടം പോലീസ് അന്വേഷണം നടത്തിയത് പ്രതികളെ സഹായിക്കാനുള്ള തെളിവുകൾക്ക് വേണ്ടിയായിരുന്നു. അവിടെ നിന്ന് അനുകൂലമായി ഒന്നും ലഭിക്കില്ല എന്ന് ഉറപ്പായപ്പോഴാണ് ഇത് വെറുമൊരു മാനനഷ്ട കേസ് മാത്രമാണെന്ന് വരുത്തി തീർത്ത് പരാതി എഴുതി തള്ളാൻ പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതേ പ്രതി നൽകിയ ഒരു വ്യാജ പരാതിയുടെ പുറത്താണ് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ച് എന്നെ കൊണ്ട് നിർബന്ധിതമായി മാപ്പെഴുതി വാങ്ങിച്ചത് എന്ന കാര്യവും ആരും മറന്നു പോകരുത്. കാക്കിക്കുള്ളിൽ നിങ്ങൾ ആരായാലും നിയമപരമായ നിങ്ങളുടെ സഹായവും സംരക്ഷണവും എനിക്ക് കൂടി അവകാശപ്പെട്ടതാണെന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നത്. നീതി ലഭിക്കുന്നത് വരെ ആ വാതിലിൽ ഞാൻ മുട്ടിക്കൊണ്ടേയിരിക്കുമെന്നായിരുന്നു അൻസിബയുടെ കുറിപ്പ്. കേസെടുക്കാനാവില്ല എന്ന് കാണിച്ച് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ SHO നൽകിയ മറുപടിയും അൻസിബ പുറത്തുവിട്ടു. പരാതിയിന്മേൽ പ്രാഥമിക അന്വേഷണം നടത്തിയതായും പരാതിക്ക് ആധാരമായ വീഡിയോ പരിശോധിച്ചതിൽ അപകീർത്തി പ്രചാരണത്തിനുള്ള വകുപ്പ് പ്രകാരമുള്ള കുറ്റമേ നിലനിൽക്കൂ, മറ്റു വകുപ്പുകൾ നിലനിൽക്കില്ല എന്നും അതിനാൽ പരാതിക്കാരിക്ക് കോടതിയെ സമീപിക്കാവുന്നതാണ് എന്നുമാണ് അൻസിബ പുറത്തുവിട്ട മറുപടിയിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് അൻസിബയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചുവെന്ന് ആഭ്യന്തരമന്ത്രി വിശദീകരിച്ചത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. പരാതിയിൽ കേസെടുത്തിട്ടില്ല എന്ന് നടി തന്നെ വിളിച്ച് അറിയിച്ചു. ഉടൻ തന്നെ പോലീസ് കമ്മീഷണറെ വിളിച്ച് അന്വേഷിച്ചു. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എന്നാണ് കമ്മീഷണർ തന്നെ അറിയിച്ചത്. കേസെടുത്താൽ പിന്നെ അന്വേഷണത്തിൽ താൻ ഇടപെടുന്നത് ശരിയല്ല എന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ വാക്കുകൾ. നടി എന്നെ ഫോണിൽ വിളിച്ചു, പരാതി കൊടുത്തിട്ടും എഫ്ഐആർ ഇടുന്നില്ല എന്ന് പറഞ്ഞു. കമ്മീഷണറെ വിളിച്ചപ്പോൾ എഫ്ഐആർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പോലീസ് എഫ്ഐആർ ഇട്ടാൽ ഞാൻ അന്വേഷണത്തിൽ ഇടപെടുന്നത് ശരിയല്ല. ആഭ്യന്തരമന്ത്രി ഒരു അന്വേഷണത്തിലും ഇടപെടുന്നത് ശരിയല്ല. അതാണ് രീതി. ഞാൻ ഇടപെടുന്നതാണ് തെറ്റ്. എഫ്ഐആർ ഇട്ടാൽ അന്വേഷിച്ച് നടപടിയെടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. യൂട്യൂബ് ചാനലിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും അശ്ലീല പ്രചാരണം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് അൻസിബ ഹസൻ നടിമാരായ ലക്ഷ്മിപ്രിയയ്ക്കും ചാനൽ ഉടമയ്ക്കും ശ്വേത മേനോനുമെതിരെ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയത്. ലക്ഷ്മിപ്രിയ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിനെതിരെയാണ് പരാതി. സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാജവും അശ്ലീലവും നിറഞ്ഞതുമായ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിച്ച് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്നും പരാതിയിലുണ്ട്. അൻസിബ ഹസനും ലക്ഷ്മിപ്രിയയും തമ്മിലുള്ള പ്രശ്നം പോലീസ് കേസ് വരെ എത്തിയതിനെക്കുറിച്ച് ഉഷ ഹസീന പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ
മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. വിഷയത്തിൽ അമ്മ പ്രസിഡന്റായ ശ്വേതാ മേനോൻ വിഷയത്തിൽ ലക്ഷ്മിപ്രിയയെയാണ് പിന്തുണച്ചതെന്നും ഉഷ ഹസീന പറയുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഉഷ ഹസീനയുടെ പ്രതികരണം. ലക്ഷ്മിപ്രിയയാണ് എന്നോട് അൻസിബയുമായുള്ള പ്രശ്നങ്ങൾ പറയുന്നത്. ചേച്ചി ദുബായിൽ പോയപ്പോൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ സുഹൃത്തുക്കൾ അത് കണ്ടു എന്നൊരു മെസ്സേജാണ് അൻസിബ അയച്ചതെന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. ഏത് ഫോട്ടോ എന്ന് ചോദിച്ച അൻസിബയ്ക്ക് തിരിച്ചു മെസ്സേജ് അയക്കാൻ തുടങ്ങി. ആ മെസ്സേജ് ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് കണ്ടു. പുള്ളിക്ക് സംശയമായി. ദുബായിൽ പോയിട്ടുള്ള എന്ത് ഫോട്ടോയെ കുറിച്ചാണ് അൻസിബ പറയുന്നത് എന്ന് ചോദിച്ചു. അത് പ്രശ്നമായി. പുള്ളിക്കാരിയെ അടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഞാൻ അറിഞ്ഞത് വേറെ ഏതോ വിഷയത്തിനാണെന്നാണ്. അന്ന് സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അൻസിബ തന്റെ നിലപാട് വ്യക്തമാക്കുകയൊക്കെ ചെയ്തു. ശ്വേതാ മേനോനോട് ലക്ഷ്മിപ്രിയയുമായുള്ള പ്രശ്നം അൻസിബ പറഞ്ഞിരുന്നു. ശ്വേത സ്ത്രീയായ പ്രസിഡന്റാണ്. ഞങ്ങളോട് പറഞ്ഞാൽ പോലും ഞങ്ങൾ ആ പ്രശ്നം പരിഹരിച്ചേനെ. എന്തിനാണ് പോലീസ് സ്റ്റേഷനിലൊക്കെ പോയത്? നിങ്ങൾക്ക് ഞങ്ങളോട് പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ഞാൻ ലക്ഷ്മിപ്രിയയോട് ചോദിച്ചു. ലക്ഷ്മിപ്രിയ അപ്പോഴൊക്കെ കത്തി കയറുകയായിരുന്നു. പരിഹസിച്ചു പോകാവുന്ന വിഷയമായിരുന്നു. അത് അൻസിബ ആവശ്യപ്പെട്ടതാണ്. അതൊക്കെ പിന്നീടാണ് ഞങ്ങൾ അറിയുന്നതെന്നും അൻസിബ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടപ്പോൾ ഇമാതിരി ഊളക്കേസെടുക്കാൻ അമ്മയ്ക്ക് പറ്റില്ല എന്ന് ടിനി ടോം പറഞ്ഞു. കേട്ടല്ലോ, ഇത് സംസാരിക്കാൻ പറ്റില്ല എന്ന് ശ്വേതാ മേനോനും പറഞ്ഞു. ഇത് തികച്ചും പേഴ്സണലായ കാര്യമാണ്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തീർത്തോളാം എന്ന് ലക്ഷ്മിപ്രിയയും പറഞ്ഞു. അങ്ങനെ വിഷയം പോലീസ് സ്റ്റേഷനിലെത്തി. അത് കഴിഞ്ഞ് അടുത്ത മീറ്റിംഗിൽ ലക്ഷ്മിപ്രിയ പ്രസിഡന്റായ ശ്വേതയ്ക്ക് നന്ദി പറഞ്ഞു. തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലുണ്ടായ കേസിൽ പ്രസിഡന്റ് തന്നെ ഒരുപാട് സപ്പോർട്ട് ഹെൽപ്പ് ചെയ്തു എന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ അൻസിബ ഷോക്കായി. അതിനുശേഷം അൻസിബ കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ചുവെന്നും ഉഷ ഹസീന വെളിപ്പെടുത്തിയിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.